അപ്പോൾ നമ്മൾ ഒരു പുതിയ ട്രിപ്പിലാണ് ഇന്ന്. റൈഡേഴ്സ് ട്രാവൽ ഡയറി ഇന്ന് പോകുന്നത് കോഴിക്കോടിനടുത്ത് മാഹിക്കാണ്. മാഹിയിൽ ചെന്നിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. മാഹി കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് വയനാടാണ്. വയനാട് അടിപൊളിയായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഒരു ബൈക്ക് ട്രിപ്പ് ആയിരുന്നു പ്ലാൻ ചെയ്തത്. ബൈക്ക് ട്രിപ്പ് നമുക്ക് ഈ ചൂടത്ത് പിന്നെ ഒരുപാട് സ്ട്രെയിൻ ആണ്. ഇപ്പോൾ സൺഡേസ് നമ്മൾ മോർണിംഗ് പെയിന്റിങ്ങിന് പോകും. ഒരുപാട് എക്സിബിഷന്റെ വർക്കുകൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ടയർഡ് ആയതുകൊണ്ട് ആ പരിപാടികളൊക്കെ വേണ്ടെന്ന് വെച്ചു. ബൈക്ക് റൈഡ് നമ്മൾ മാറ്റി കാറിന് പോകാന്ന് വെച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഷാരാമുണ്ട്. അപ്പോൾ ഞങ്ങൾ പതുക്കെ മാഹിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ലഞ്ച് ബ്രേക്കിന് വേണ്ടിട്ട് ഇവിടെ നിർത്തിയേക്കാണ്. ഇതെവിടെയാണ്? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ കഴിഞ്ഞിട്ട് കൊടുങ്ങല്ലൂരിന് കുറച്ച് റിലാക്സിൽ കയറി നമ്മൾ റിലാക്സ് ചെയ്യാൻ പോകും. അപ്പോ കൊടുങ്ങല്ലൂർ കഴിഞ്ഞിട്ടുള്ള റിലാക്സ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് നമ്മൾ ലഞ്ചിന് വേണ്ടി നിർത്തിയത്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യല് മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ മട്ടൻ ബിരിയാണിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ മാഹിയാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ നിർത്തുന്നില്ല. എന്നുവെച്ചാൽ ഓൾറെഡി നമ്മൾ ലേറ്റായി. അപ്പോൾ മട്ടൻ ബിരിയാണി കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ പരിപാടികളൊക്കെ. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ഫുഡാണ്, നല്ല സർവീസാണ്. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നത്. അവിടെ ഒന്നുമില്ല, നമ്മൾ നല്ല ഭക്ഷണം കഴിച്ച് നല്ല സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും. ഫുഡ് കഴിച്ചു നേരെ കഴിഞ്ഞ് തിരിക്കുവാണ്. സൺഡേ ആയതുകൊണ്ട് വളരെ തിരക്ക് കുറവാണ്. എന്നാലും റോഡിലൊക്കെ അത്യാവശ്യം വാഹനങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ ഇൻഡർസ്റ്റേറ്റ് ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങള് എന്തായാലും 5-6 മണിക്കൂർ എടുക്കും എറണാകുളം ടു കോഴിക്കോട്. റോഡൊക്കെ നന്നാക്കിയിട്ടുണ്ട്, എന്നാലും നമ്മൾ സമയം എടുക്കും. ഇപ്പോൾ വണ്ടി അത്യാവശ്യം സർവീസ് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും നമ്മൾ അധികം സ്പീഡിലൊന്നും അല്ല പോകുന്നത്. ഒരു 60-70 ആ റേഞ്ചിലെ വണ്ടി ഓടിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ യാത്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാദൃശ്ചികമായിട്ട് സെറ്റായതാട്ടോ. ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ഒരു തലേദിവസം പറഞ്ഞ് ഇന്നും നാളെ പോണോട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് എക്സിബിഷനൊക്കെ ഉണ്ട്. എക്സിബിഷൻ കുഴപ്പമില്ല. അവിടെ നമ്മുടെ 10-13 ആർട്ടിസ്റ്റുകളും നമ്മുടെ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവർ മാനേജ് ചെയ്തോളും. പിന്നെ എക്സിബിഷൻ്റെ കാര്യങ്ങളൊക്കെ മിസ്സാണെങ്കിലും ഈ യാത്ര എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു യാത്രയായി പോയി. എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് നമുക്ക് യാത്രകൾ ആവശ്യമാണ്. അതനുസരിച്ച് ആർട്ടും അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളൊരു ആർട്ടിന്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം വളരെ ആക്ടിവിറ്റി ഉള്ള ഒരു ദിവസങ്ങളായിരുന്നു. ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ദിവസമാണ്. ശരിക്കും എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ കോഴിക്കോട് മാഹി ചെന്നിട്ട് അങ്ങോട്ടുള്ള യാത്രകളൊക്കെ നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട്. പറ്റിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു ലൈവ് പെയിന്റിംഗ് ഒക്കെ ചെയ്യാം അല്ലെ ശരൺ? സ്കെച്ച് ചെയ്യാനൊക്കെ ഇല്ല അടിപൊളി. ഷാരമൊക്കെ ഓൾറെഡി അവിടെ എക്സ്പ്ലോർ ചെയ്ത് പൊളിച്ചു വെച്ചേക്കുന്ന സ്ഥലങ്ങളാണ്. ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ എല്ലാം റെക്കോർഡ് ചെയ്യും, കാണിക്കും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അവിടെ പോയിട്ട്. ചേറ്റുവ ബ്രിഡ്ജാണ്. ചേറ്റുവ പാലം കയറി പോവാണ്. ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടെ. അടിപൊളി. സൂപ്പർ. ഈ വഴിയാണ് കേട്ടോ നമുക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകാനുള്ള എളുപ്പ വഴി. ചമ്മർവട്ടം പാലം വഴി പൊന്നാനി. 3 മണിക്കൂർ കൂടി നമുക്ക് ഇനി മാഹിക്ക് ഓട്ടം ഉണ്ട്. ഇപ്പൊ ചമ്മർവട്ടം പാലം എത്താറായി. ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞ് ചമ്മർവട്ടമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല
ഞങ്ങളിപ്പോൾ തിരൂരെത്തിയപ്പോൾ നിർത്തിയതാണ്. ഇവിടെ വഴിയിലൊരു ഹണി ഗ്രേപ്പ് കണ്ടു. ഹണി ഗ്രേപ്പ് ഈ റൂട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. നല്ല എനർജിയാണ്, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. കൊള്ളാം. റോഡൊക്കെ കട്ടപ്പൊളിയാണ് കേട്ടാ. കുറച്ച് ഓഫ് റോഡൊക്കെ അടിക്കേണ്ടി വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ. പക്ഷെ ദൂരം കുറവാണ്. കോഴിക്കോടൊക്കെ ഉള്ള കുറച്ച് ദൂരം മാത്രമേ ഈ റോഡ് പൊളിഞ്ഞിട്ടുള്ളൂ. കോഴിക്കോട് വന്നിട്ട് നമ്മൾ കോഴിക്കോട് ബീച്ച് കാണാതെ പോയി കഴിഞ്ഞാൽ മോശമല്ലേ. അപ്പൊ നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. എന്തായാലും ഞങ്ങൾക്ക് ഓൺ ദ വേ ആണ് സംഭവം. അപ്പൊ ചെറിയൊരു ഡൈവേഷൻ എടുത്ത് ബീച്ചിലോട്ട് പോയിട്ട് ബീച്ചിൽ നിന്നൊരു സുലൈമാനിയൊക്കെ അടിച്ച് കുറച്ചു നേരം ബീച്ചിലെ കാഴ്ചകളും കാറ്റൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ മാഹിയിലോട്ട് പോകും. മാഹി എത്തുമ്പോൾ ഏകദേശം ഒരു 6 മണി 6:30 7 മണിയൊക്കെ ആവും. അപ്പൊ തന്നെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാവും. എന്ന് വെച്ചാൽ ഇരുട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കാണാനില്ല. അപ്പൊ എന്തായാലും നമുക്ക് ബീച്ചിലേക്ക് പോവാം. In 200 meters, keep right to continue on Pindi and Kochi Bridge. Yes. കോഴിക്കോട് ബീച്ചിലോട്ടെത്തി. ബീച്ചിലെത്തിയപ്പോൾ ഉള്ള തിരക്കാണിത്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. വണ്ടി ഇടാൻ പോലും നമുക്ക് പറ്റാത്തത്ര തിരക്കാണ്. ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ വണ്ടി നിർത്തിയിട്ട് കാണാമെന്ന് ഓർത്തു. പക്ഷെ വണ്ടി ഇടാനുള്ള സ്ഥലമില്ല. അത്രയും തിരക്കാണ് ബീച്ച് സൺഡേ ആയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൻ്റെ ഏറ്റവും നോർത്ത് എൻഡിലോട്ടാണ് വന്നത്. നോർത്ത് എൻഡിൽ വന്നിട്ട് കുറച്ച് ദൂരം ബീച്ചിലൂടെ നടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല ക്രൗഡാട്ടോ ഈ ഏരിയയിൽ. ഒരു രക്ഷയില്ലാത്ത ക്രൗഡാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോട് ബീച്ചിൻ്റെ ആ ഒരു ലെങ്ത് നമ്മൾ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അറ്റത്തുനിന്ന് ആ അറ്റം വരെ നമ്മൾ നടക്കാൻ പോണില്ല. നമ്മൾ അവിടെ കൊണ്ട് നിർത്തിയിട്ട് തിരിച്ചു പോകും. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇതെല്ലാം അടിപൊളിയാണ്.
അപ്പൊ കോഴിക്കോട്ടെ ബീച്ച് ആ ക്രൗഡൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ ക്രൗഡിന്റെ ഒന്നും ഇടക്കോട്ട് പോയില്ല. ഞങ്ങൾ നോർത്ത് എൻഡിൽ നിർത്തിയിട്ട് ജസ്റ്റ് ആ സൈഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുന്നില്ല. ഒരുപാട് ആളുകളുണ്ട് അവിടെ, ഒരുപാട് ആളുകൾ. ആരും പ്രോപ്പറായിട്ട് മാസ്ക് ഒന്നും യൂസ് ചെയ്യണില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ഉള്ളിലോട്ടൊന്നും കയറിയില്ല. നേരെ തിരിച്ച് ഞങ്ങൾ മാഹിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും ബീച്ചിലുണ്ട്, അത് കാരണം റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. വരച്ചിട്ടുണ്ട് ഇവിടെ. എന്റെ പൊന്നു പോയേട്ടാ, വഴി എന്ന് പറഞ്ഞിട്ടില്ല, മുട്ട് പെട്ടുപോയി ഞങ്ങള്. ഒരു മിനിറ്റ് ഞങ്ങൾ മാപ്പൊന്ന് നോക്കട്ടെ. ലെഫ്റ്റ് ഹൈവേ, വേറെ നേരെ ഹൈവേ, അങ്ങനെ മുന്നേ പോക്കോട്ടെ. മുന്നോട്ടുള്ള വഴി എടാ, ഈ ലെഫ്റ്റ് ഇടാ, നമുക്ക് പോവാം. ഫ്രീ ലെഫ്റ്റ് ആണ്, ഫ്രീ ലെഫ്റ്റ് എടുത്തോ. പൊളി കഴിഞ്ഞു മോനെ, പൊളി, അടിപൊളി. അടിപൊളി വ്യൂ കേട്ടോ. സൺസെറ്റ് കിട്ടുമായിട്ടുണ്ട്. സൺസെറ്റ് ബീച്ചിൽ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടപടി ആവില്ല, നമ്മൾ ലേറ്റ് ആവും, നമ്മൾ ഇട്ട് പോകും.